പാപം ഒരു റിയാലിറ്റിയാണ്, പാപം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഒരുപാട് പേർ ജീവിതത്തിൽ തകർന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവർ, ഒരുപാട് വ്യക്തിജീവിതങ്ങൾ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ഒടുവിൽ മനസാക്ഷിയിൽ കുറ്റബോധത്താൽ നിറഞ്ഞ് ദൈവത്തിൽ നിന്ന് വരെ അകന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ലാഞ്ഞിട്ടാണ്. പാപം സംഭവിച്ചാൽ മിക്കവാറും നല്ലൊരു ശതമാനം പഠിപ്പിക്കലുകളും ഇങ്ങനെയുണ്ട്: പാപം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിട്ട് അവർ ദാവീദിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും പത്രോസിനെ കുറിച്ചുമൊക്കെ നന്നായി പ്രസംഗിക്കുകയും ചെയ്യും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് യേശു കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും പാപം ചെയ്യുവാനായിട്ട് ഇഷ്ടമില്ല. മനഃപൂർവ്വമായി പാപം ചെയ്യുവാനായിട്ട് ആർക്കും താല്പര്യമില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം, അത് ഏത് വ്യക്തിയായാലും ആ വ്യക്തിയുടെ ജീവിതം വിശുദ്ധിയിൽ വളരണമെന്നുള്ളതാണ്. ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് ജീവിതത്തിലെ എല്ലാ ദിവസവും മുന്നേറണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പിന്നെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് കേൾക്കുന്ന ഒരുപാട് പഠിപ്പിക്കലുകൾ. യോഹന്നാൻ നമ്മളോട് പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ നുണയനാക്കുന്നുവെന്നാണ്, അസത്യവാദിയാക്കുന്നുവെന്നാണ്. നമുക്ക് പാപം സംഭവിക്കുന്നില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ നാം നുണയനാക്കുന്നുവെന്നാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് പുറമേയുള്ളവരോടല്ല, യോഹന്നാൻ പറയുന്നത് സഭയ്ക്കകത്തുള്ളവരോടാണ്. ലേഖനത്തിലൂടെ സഭയോടാണ് യോഹന്നാൻ പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ ദൈവത്തെ നുണയനാക്കുന്നു. പക്ഷെ നാം ഇതൊക്കെ പറയുമ്പോൾ പലർക്കും പേടിയാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാപം പറ്റുന്നുണ്ട് എന്ന് നാം സമ്മതിച്ചാൽ പിന്നെ അത് പാപം ചെയ്യാനുള്ളൊരു പ്രേരകമാവുകയില്ലേ നാം ഇങ്ങനെ പറയുന്നത്, അതിനൊരു ലൈസൻസ് ആകുകയില്ലേ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എന്നാൽ യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും പാപത്തെക്കുറിച്ച് നന്നായി അറിയേണ്ടതും പാപം ചെയ്യുവാനുള്ള ലൈസൻസ് നൽകുവാൻ വേണ്ടിയിട്ടല്ല, പാപത്തെ ജയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി തന്നെയാണ് പാപത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടത്, പാപത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത്. ഒരു തെറ്റ് പറ്റിയാൽ തകരുന്ന ബന്ധമല്ല ദൈവവും നാമും തമ്മിലുള്ള ബന്ധം. നാം അത് തിരിച്ചറിയണം. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ്. എന്നാൽ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ഈ കാര്യം ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതോടെ അവസാനിക്കുന്നതല്ല നാമും ദൈവവും തമ്മിലുള്ള ബന്ധം. അത് നാം തിരിച്ചറിയണം. ദൈവം പിന്നെ നമ്മോട് സംസാരിക്കുകയില്ല, ദൈവം നമ്മോട് ഇടപെടുകയില്ല, അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു തെറ്റ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഒരു പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ കഴിയും, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. രണ്ട് രീതിയിലാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഒന്ന്, ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നാം പാപം ചെയ്യുന്നതിന് മുമ്പ്, നമുക്കൊരു തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പാപം നമ്മുടെ മുൻപിൽ വരുന്നു. ആ പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ തന്നെ, ഉദാഹരണത്തിന് ഇപ്പോൾ നാം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് അത് ഒരു വഴക്കിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതകൾ വരുമ്പോൾ, മാനുഷികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നാം അത് ഗ്രഹിക്കാതെ നാം അത് വീണ്ടും വലിയ തർക്കത്തിലേക്കും വാഗ്വാദങ്ങളിലേക്കും ഒക്കെ പോയി ഒടുവിൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ വ്യക്തിയുമായിട്ട് ബന്ധം തന്നെ ഇല്ലാതാകുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള പല സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അപ്പോൾ നാം ആ സംഭാഷണം തുടങ്ങുമ്പോൾ തന്നെ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മോട് സംസാരിക്കും. മകനെ, മകളെ, സ്റ്റോപ്പ് ഇറ്റ്, നിർത്തുക. ഇതുമാത്രമല്ല, ഏത് പാപമായിക്കോട്ടെ, ഏത് തെറ്റായിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ടിടവരും. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നത്? പരിശുദ്ധാത്മാവ് വന്നത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ വേണ്ടിയിട്ടാണ്. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ വന്നിട്ടുള്ളത് നമ്മെ വഴി നടത്തുവാനാണ്. നമ്മെ നേരായ പാതയിലൂടെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലൂടെ നമ്മെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വന്നിട്ടുള്ളത്. പഴയ നിയമത്തിലെ എസ്കേൽ പുസ്തകത്തിൽ, എസ്കേൽ പ്രവചനത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അന്നാളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും, എന്നിട്ടോ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ തക്കവണ്ണം ഞാൻ അവരെ പ്രാപ്തരാക്കും. 36-ാമത്തെ അധ്യായത്തിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആത്മീകമായിട്ട് ഞാനും നിങ്ങളും, യേശുവിനെ സ്വീകരിച്ച എല്ലാവരും ആത്മീകമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു, നാം ഇസ്രായേലാണ്. ഒരർത്ഥത്തിൽ നാം ഇപ്പോൾ ഇസ്രായേൽ ജനമാണ്. ആ നമ്മുടെ ഉള്ളിൽ ആത്മികമായിട്ട് നമ്മെ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനെ യേശു കർത്താവ് പറഞ്ഞത്, സകല സത്യത്തിലും വഴി നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക്, സഹായകനെ ഞാൻ നിങ്ങൾക്കായിട്ട് അയക്കും. അത് നമ്മിൽ സംഭവിച്ചു. യേശുവിനെ സ്വീകരിച്ച സകല മനുഷ്യരിലും സകല വ്യക്തികളിലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാം സംസാരിക്കുന്നത് പാപത്തെക്കുറിച്ചാണ്. ഒരു പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അങ്ങനെ അനുഭവങ്ങളുണ്ടായിരിക്കും. പല തെറ്റുകളും സംഭവിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് കേട്ട് അനുസരിച്ചതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലേ? പലപ്പോഴും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് നമുക്ക് കേട്ട് അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കണക്ഷൻ, യേശുക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ, ഏകാഗ്രത നഷ്ടപ്പെട്ട സമയത്താണ് ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയാതെ, അനുസരിക്കുവാൻ കഴിയാതെ നാം പാപത്തിൽ ചെന്ന് വീഴുന്നത്, തെറ്റുകളിൽ ചെന്ന് അകപ്പെടുന്നത്. അപ്പോൾ പാപം ചെയ്യാതെ തന്നെ, പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ അതിനെ ജയിക്കുവാനായിട്ടുള്ള എല്ലാ സോഴ്സുകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നു. കാരണം എന്താണ്? നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളത് സത്യമാണ്, ഒരു സംശയവുമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നാം പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാവിൽ മാത്രമാണ് ദൈവജീവൻ വന്നത്. നമ്മുടെ ആത്മാവിൽ മാത്രമാണ് പൂർണ്ണമായി നാം രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഇച്ഛകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളുമൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടിട്ടില്ല, പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും ഒരു മാറ്റവും സംഭവിക്കാത്ത നമ്മുടെ ശരീരം, ഈ ശരീരത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് പാപശരീരമെന്നാണ്. അങ്ങനെ ഈ പാപ ശരീരവും രക്ഷിക്കപ്പെടാത്ത, പൂർണ്ണമായി രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും ഉൾപ്പെടെയുള്ള ഒരു ജീവിതം നാം ഈ ഭൂമിയിൽ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു, പലപ്പോഴും പാപം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. കാരണം നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. പുതിയ മനുഷ്യനെ നാം ധരിച്ചിട്ടുണ്ട്, ആത്മീകമായി പുതിയ മനുഷ്യനെ നാം ധരിച്ചിട്ടുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവനെന്നാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ പറയുന്നുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവൻ, അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമ്മിൽ സംഭവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ,
പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവിൻ. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നതിന് തടസ്സം പൂർണ്ണമായി രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവുമാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ സഭയുമായിട്ടുള്ള കൂട്ടായ്മകളാൽ, ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാലെല്ലാം, പരിശോധനകളാലെല്ലാം ദൈവം നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ നമ്മെ ക്രിസ്തുവെന്ന തലയോളം വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നതാണ്, നമുക്ക് ഒരു പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്ക് ആ പാപത്തെ ജയിക്കുവാനായിട്ടുള്ള ഒരു ആത്മീക നിലവാരം ലഭിക്കുന്നത്. പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത്, കൊലോസ്യ ലേഖനത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് സ്വർഗീയ വെളിപ്പാടിലാണ്. ആത്മീകമായി അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിറവേറുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ ബന്ധത്തിലൂടെയാണ്. ഏകാഗ്രമായ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്, ക്രിസ്തുവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ പിശാചിനെ സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്നത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് ഓർപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച്. ഈ ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ പഴയ മനുഷ്യനെ സ്വാധീനിച്ച്, നമ്മുടെ പഴയ പ്രകൃതത്തെ സ്വാധീനിച്ച് പിശാച് നമ്മെ തന്ത്രത്താൽ പാപത്തിൽ വീഴിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന്. ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ഹിതമറിഞ്ഞ് നാം ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിനെന്ന് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത നമുക്കെപ്പോഴും ദൃഢമായിരിക്കും. അങ്ങനെ പുതുക്കപ്പെട്ട മനസ്സിലേക്ക് പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾക്ക് സ്ഥാനമില്ല, പിശാച് കൊണ്ടുവരുന്ന ചിന്തകൾക്ക് ഇരിപ്പിടമില്ല. കാരണം നാം അലേർട്ടാണ്. ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നാം അലേർട്ടായതുകൊണ്ട്, ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത ദൃഢമായതുകൊണ്ട് ആ ചിന്തയെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗത്താൽ വളരെ ശക്തമായ പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ആത്മിക ആയുധങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികമല്ല, ഞങ്ങളുടെ ആയുധങ്ങൾ വളരെ ശക്തമായതാണ്, പവർഫുള്ളായതാണ്. അത് ജഡികമായ ആയുധങ്ങളല്ല, ആത്മികായുധങ്ങളാണ്, ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളാണ്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന എല്ലാ ചിന്തകളെയും, എല്ലാ കോട്ടകളെയും, ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുന്നു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. ഇങ്ങനെ ഒരു ആത്മീക തലത്തിലുള്ള ജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നല്ല, ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നാം ചിന്തിക്കുന്നത് പാപം നമ്മുടെ മുൻപിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ആ വാക്ക് കേട്ട് പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം നാം പാപത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ, പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയിട്ട് നാം ആ പാപത്തെ ജയിക്കുന്ന, ആ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്തകൾ, കോട്ടകൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ചിന്തകളെ ഇടിച്ചു കളഞ്ഞിട്ട് ജയത്തോടെ പാപത്തിന്മേൽ നാം വാഴുന്ന ഒരവസ്ഥ, ജയിച്ചിട്ട് ഇടിച്ചു കളഞ്ഞ ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിട്ട് നാം ജയത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം അനുദിനം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മിൽ രൂപപ്പെടുന്ന ഒരു ആത്മീക തലമാണ് ആ ജീവിതം.
അതുവരെ നാം എന്ത് ചെയ്യും? ഇവിടെയാണ് ഭൂരിഭാഗം പേർക്കും വീഴ്ചകൾ സംഭവിക്കുന്നത്. ഇവിടെയാണ് ഭൂരിഭാഗം പേർക്കും വീഴ്ചകൾ സംഭവിക്കുന്നത്. അതുവരെ നാം എന്ത് ചെയ്യും? പ്രത്യേകിച്ച് പുതിയതായി വിശ്വാസത്തിലേക്ക് വന്നവരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും അവർക്കൊക്കെ വലിയ കൺഫ്യൂഷനാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമോ? ഒരു തെറ്റ് സംഭവിച്ചാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു തെറ്റ് സംഭവിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ മകനല്ലാതായി തീരുമോ? ഒരു തെറ്റ് സംഭവിച്ചാൽ ദൈവം എന്നെ വീണ്ടും സ്വീകരിക്കുകയില്ലേ? ഞാൻ മടങ്ങിച്ചെന്നാൽ ദൈവം എന്നെ സ്വീകരിക്കുകയില്ലേ? ഒരുപാട് കൺഫ്യൂഷനുണ്ട്. കാരണം അതുപോലെയുള്ള പ്രസംഗങ്ങളാണ് നാം കേൾക്കുന്നത്. കുറ്റം വിധിച്ചുകൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല എന്ന് വിധിച്ചെഴുതിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട്. എല്ലാവരുമല്ല, ഒരുപാട് പ്രസംഗങ്ങൾ നാം കേൾക്കുന്നുണ്ട്. അവിടെയാണ് കൺഫ്യൂഷൻ. അവിടെ ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? കുറ്റബോധത്താൽ നിറയുന്നു. ഒരു പാപം സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധം, നമ്മുടെ മനസാക്ഷി നമ്മുടെ ജീവിതത്തിലേക്ക് കുറ്റബോധം കൊണ്ടുവരും. കാരണം നമ്മുടെ പഴയ പ്രകൃതം നമ്മിലുണ്ട്. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുവാനായിട്ടിടവരും. കാരണം ഈ ദൈവം നമ്മെ തള്ളിക്കളയുന്നില്ല എന്ന തിരിച്ചറിവില്ലെങ്കിൽ, ദൈവത്തിൻ്റെ മകനെന്ന പദവിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന ഒരു തിരിച്ചറിവില്ല എങ്കിൽ, ദൈവം എന്നെ നീതീകരിച്ച് ദൈവത്തിൻ്റെ നീതിമാനാക്കി വച്ചിരിക്കുന്നു, ആ പദവിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞില്ലെങ്കിൽ, ദൈവം എന്നെ വിശുദ്ധീകരിച്ചു, ഒരിക്കലായി വിശുദ്ധീകരിച്ചു, ദൈവത്തിനായി വേർതിരിച്ചു, ആ ദൈവത്തിൻ്റെ വിശുദ്ധനാണ് ഞാനെന്ന ആ തിരിച്ചറിവ് നാം വളരെ പ്രാധാന്യത്തോടെ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതോടെ അവസാനിക്കുന്നതല്ല ദൈവവുമായിട്ടുള്ള ബന്ധം. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നത് പോലെ തന്നെ പിശാചും നമ്മെ കുറ്റം വിധിക്കുവാനായിട്ടിട വരും. മാനുഷികമായ വാക്കുകളും നമുക്കെതിരെ കടന്നു വരും. ഇതെല്ലാം നമ്മുടെ മനസാക്ഷിയെ ഞെരുക്കി നാം കുറ്റബോധത്തിന് അടിമയാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിൽ കുറ്റബോധം ആ വ്യക്തിയുടെ മനസാക്ഷിയിൽ നിറഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആ പാപത്തിൽ തുടരുവാനായിട്ടിട വരും. പിന്നെ ആ വ്യക്തി പാപത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ആ വ്യക്തി ദൈവത്തിലേക്ക് തിരിയുകയില്ല, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ചെല്ലുകയില്ല. കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അയ്യോ ഞാൻ പാപം ചെയ്തു, കേൾക്കുന്നതെല്ലാം കുറ്റം വിധികളാണ്, കേൾക്കുന്നതെല്ലാം ഇനി രക്ഷയില്ല എന്നുള്ള പഠിപ്പിക്കലുകളാണ്. അപ്പോൾ ആ വ്യക്തി പിന്നെ കുറ്റബോധത്തിന് അടിമയായി ഒടുവിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറകോട്ട് പോകുവാനായിട്ടിട വരും, ആത്മീകമായി മരിക്കുവാനായിട്ടിട വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആകുവാനായിട്ടിടുന്നു. ആത്മീകമായി മരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആകുവാനായിട്ടിട വരും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ESV ട്രാൻസ്ലേഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പാപത്തിൽ തുടരുന്നവൻ, പാപം ആസ്വദിക്കുന്നവൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പാപം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ മകനല്ല, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. ആ ഒരു ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റായ ട്രാൻസ്ലേഷനാണ്. അവിടെ യഥാർത്ഥമായിട്ടുള്ളത് പാപത്തിൽ തുടരുന്ന വ്യക്തിക്കാണ്. പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ. അങ്ങനെയാണ് ബൈബിൾ വീക്ഷണത്തിൽ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ദൈവം എപ്രകാരം കാണുന്നുവെന്നും എപ്രകാരം മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ദൈവം പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നുവെന്ന ബൈബിൾ വീക്ഷണത്തിൽ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തി കരുണയ്ക്കായിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നാൽ ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസാക്ഷിയും പിശാചും നമ്മുടെ ചിന്തകളിലൂടെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധം നിറയ്ക്കുവാനായിട്ടിട വരും. മാനുഷിക വാക്കുകളും കുറ്റബോധത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ടിട വരും. എന്നാൽ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് തിരിക്കുവാനായിട്ടാണ് നമ്മെ വിളിക്കുന്നത്, നമ്മെ ക്ഷണിക്കുന്നത്. കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.
പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ആ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം തരും. മകനെ, മകളെ, നിനക്ക് തെറ്റി, നീ പാപം ചെയ്തു, നീ മടങ്ങി വരിക. ആ പാപത്തിൽ തുടരാതെ വണ്ണം, ആ പാപത്തിൽ ജീവിക്കാതെ വണ്ണം നീ മടങ്ങി വരിക. ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഉത്ബോധം. അതാണ് വിശുദ്ധ വേദപുസ്തകം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയം സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് ഓടിച്ചെല്ലണം. പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. മാനുഷിക വാക്കുകൾ കേട്ട്, പിശാചിൻ്റെ ചിന്തകൾക്ക് അടിമപ്പെട്ട്, നമ്മുടെ മനസാക്ഷി കുറ്റം വിധിക്കുന്നത് കേട്ട് നാം പാപിയാണെന്നുള്ള ആ കുറ്റബോധത്താൽ ഇരിക്കാതെ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ ഉടനെ തന്നെ നാം കൃപാസനത്തിനരികിലേക്ക് ഓടിച്ചെല്ലുക. അവിടെ നമുക്കായിട്ട് ഒരു മഹാപുരോഹിതനുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്ന മഹാപുരോഹിതൻ. അവിടെ വിശുദ്ധ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ പരിശുദ്ധ രക്തം, പുണ്യാഹ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ എന്നും പിതാവിൻ്റെ സന്നിധിയിൽ സംസാരിക്കുന്ന വിശുദ്ധ രക്തം, പരിശുദ്ധമായ രക്തം, യേശുവിൻ്റെ രക്തം നമുക്കവിടെയുണ്ട്. യേശു എന്ന മഹാപുരോഹിതൻ നമുക്കായിട്ട് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. നാം കരുണയ്ക്കായിട്ട് ഓടിച്ചെന്ന് കഴിയുമ്പോൾ അവൻ നമുക്ക് കരുണ നൽകും. വചനം പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അതേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നാം ഓടിച്ചെന്ന് കഴിഞ്ഞാൽ, നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു മൂലം ഓടിച്ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്കായിട്ട് കർത്താവിൻ്റെ കരുണയുണ്ട്, ദൈവത്തിൻ്റെ കരുണയുണ്ട്. ആ കരുണ നമുക്ക് നൽകി വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമുക്കുള്ള റൈറ്റാണത്. നാം ശത്രുക്കളായിരുന്നപ്പോൾ കർത്താവിൻ്റെ മരണത്താൽ നമുക്ക് രക്ഷ വന്നു, നമുക്ക് നീതീകരണം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നിരന്ന ശേഷമോ ഇപ്പോഴോ എത്ര അധികമായിട്ട് നാം അവൻ്റെ ജീവനാൽ രക്ഷിക്കപ്പെടും. അതാണ് സത്യമെന്നുള്ളത്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കാതെ, നമ്മുടെ അകത്തുനിന്ന് നമ്മെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം കേൾക്കാതെ നാം അനുസരണക്കേട് കാണിച്ച് വീണ്ടും തെറ്റിൽ അകപ്പെട്ട് പാപം ചെയ്ത് കഴിയുമ്പോൾ അപ്പൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ടിടവരും, നമ്മളെ ശിക്ഷണം ചെയ്യുവാനായിട്ടിടവരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനിക്കും, അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ഒരുപാട് മനക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അപ്പൻ മകനെ ശിക്ഷണം നടത്തുമ്പോൾ വേദനിക്കും. നാം നമ്മുടെ കൊച്ചുമക്കൾ കുറ്റം ചെയ്യുമ്പോൾ നാം അവരെ അത്യാവശ്യം അവരെ ശിക്ഷണം നൽകാറുണ്ട്, അടിക്കാറുണ്ട്, പിച്ചാറുണ്ട്. അടിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പക്ഷേ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നാം അടിക്കുന്നത്? അല്ല, അവൻ നന്നായി വളരുവാൻ വേണ്ടി, നന്നായി അവനെ ഡിസിപ്ലിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നാം അവനെ അടിക്കുന്നത്. അടിക്കുമ്പോൾ നല്ല വേദനയുണ്ടാകും, ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ അടി ഇത്തിരി കട്ടിയായി കഴിയുമ്പോൾ കുഞ്ഞിനെ കുറച്ച് ദിവസത്തേക്ക് തന്നെ നല്ല വേദന ഉണ്ടാകും, ചിലപ്പോൾ തൊലിയൊക്കെ ഇത്തിരി പൊട്ടും. അപ്പോൾ ആ കുഞ്ഞിന് ചില ദിവസങ്ങൾ വളരെ വേദനയുണ്ടാകും, വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ കുഞ്ഞിനെ അപ്പൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണോ, കൊല്ലുവാൻ വേണ്ടിയിട്ടാണോ, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണോ? അല്ല, അപ്പൻ മകനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ശിക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. സ്നേഹിക്കുന്ന അപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ആ അപ്പൻ ശിക്ഷിക്കുന്നത് എന്നേക്കുമായിട്ട് അവർ ഇല്ലാതെയായി പോകുവാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും ഇനി നീ എൻ്റെ അരികിലേക്ക്, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ ശിക്ഷിച്ച് കളയുകയല്ല ചെയ്യുന്നത്. അവനെ ദൈവം ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അവനെ കൂടി കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് അവനെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെയാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്, ശിക്ഷണം നൽകുന്നത്. നാം അവിടെ തെറ്റിദ്ധരിക്കുകയാണ് പലപ്പോഴും. ശിക്ഷിക്കുക എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും അങ്ങ് അവൻ്റെ തലയിലേക്ക് ഇല്ല. പാപത്തെ ദൈവം എന്നേക്കുമായിട്ട് ശിക്ഷിച്ചു. പാപത്തിൻ്റെ ശിക്ഷ
തൻ്റെ പുത്രൻ്റെ മേൽ, യേശു കർത്താവിൻ്റെ മേൽ പിതാവാം ദൈവം കാൽവരി ക്രൂശിൽ നടപ്പാക്കി. എന്നേക്കുമുള്ള ശിക്ഷ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചു. അത് പാപത്തിനുള്ള ശിക്ഷയാണ്, നമ്മുടെ പാപത്തിനുള്ള ശിക്ഷയാണ്, വരുവാനുള്ള പാപത്തിൻ്റെയും കൂടി ശിക്ഷയാണ്, കഴിഞ്ഞുപോയ പാപത്തിൻ്റെ ശിക്ഷയാണ്, ഇപ്പോൾ സംഭവിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷയാണ്. പാപത്തിൻ്റെ ശിക്ഷാവിധി യേശു കർത്താവിൻ്റെ ശരീരത്തിൽ താൻ വഹിച്ചു. അപ്പോൾ നാം പാപം ചെയ്താലോ? നാം പാപം ചെയ്താൽ ദൈവം നമ്മെ മടക്കി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ മടക്കി വരുത്തുമ്പോൾ പറഞ്ഞതുപോലെ അപ്പൻ സ്നേഹിക്കുന്ന അപ്പനായതുകൊണ്ട് അപ്പൻ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദനയുണ്ടാകും. അത് നാം നശിച്ചു പോകാൻ വേണ്ടിയല്ല, നാം മടങ്ങി വരുവാൻ വേണ്ടിയാണ്. നാം ക്രിസ്തുവിൽ തികവുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മെ ശിക്ഷണം നൽകുന്നത്. അതുകൊണ്ട് അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് കരുണയ്ക്കായിട്ട് ഓടിച്ചെല്ലാം. ഏത് സമയത്ത് നമുക്ക് ഓടിച്ചെല്ലുവാനായിട്ടുള്ള നിയമപരമായ റൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സാധ്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം യേശു കർത്താവിൻ്റെ ശരീരം തകർക്കപ്പെട്ടത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള ജീവനുള്ള ഒരു പുതിയ വഴിയായി തീർന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവിൻ്റെ തകർക്കപ്പെട്ട ശരീരം പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള ഒരു വഴിയാണ്. ഓടിച്ചെല്ലാം നമുക്ക് എപ്പോഴും അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഓടിച്ചെല്ലാം. നമ്മെ തടയുവാനായിട്ട് ആർക്കും കഴിയുകയില്ല, നമ്മെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയുകയില്ല. നാം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നാം ഓടി നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് മുമ്പിൽ ജയകരമായൊരു ജീവിതം ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ആ പാപത്തെ ജയിക്കുവാൻ, പിശാച് പാപത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ചിന്തകളെ ഇടിച്ചു കളയുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മിക നിലവാരത്തിലേക്ക് എത്തുവാൻ നമുക്ക് എല്ലാ സാധ്യതയും ദൈവം നൽകിയിട്ടുണ്ട്. ഇനി അതിനിടയിൽ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അവിടെയും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ ശിക്ഷണം നൽകി നമ്മെ ഡിസിപ്ലിൻ ചെയ്ത് ആ ഒരു തലത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മെ എത്തിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. നമ്മുടെ പരിശ്രമങ്ങൾക്ക് കഴിയുകയില്ല, ദൈവത്തിനത് കഴിയും. ദൈവം അത് ചെയ്യും. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കുറ്റബോധത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ മനസാക്ഷിയെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസാക്ഷിയെ നാം പരിശീലിപ്പിക്കണം. നാം അത് ഗ്രഹിക്കണം, വിശ്വസിക്കണം. നാം ദൈവത്തിൻ്റെ നീതിമാന്മാരാണ്, നാം ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്, നാം ദൈവത്തിൻ്റെ പ്രിയമക്കളാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. അവൻ എൻ്റെ കരത്തിൽ പിടിച്ച് അവൻ്റെ പദ്ധതിയുടെ നിവർത്തീകരണത്തിലേക്ക് എന്നെ നടത്തുകയാണ്. ഞാൻ വീണാലും നിലംപരിചാകുകയില്ല. അവൻ എന്നെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാപത്തെ നാം ഭയപ്പെടരുത്. പാപത്തെ കർത്താവ് കൈകാര്യം ചെയ്തു. ഇനിയും നമ്മിലുള്ള പാപത്തെ ഇനിയും കർത്താവ് തന്നെ കൈകാര്യം ചെയ്യും. നാം ദൈവത്തെ വിശ്വസിച്ച്, നാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ആഗ്രഹിച്ച്, നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് നമ്മുടെ ഏകാഗ്രത ക്രിസ്തുവിൽ തന്നെ കേന്ദ്രീകരിച്ച് നാം ആഗ്രഹത്തോടെ ജീവിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമുക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത് നാശത്തിനായിട്ടുള്ളൊരു പദ്ധതിയല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് പാപത്തെ ഭയപ്പെടരുത്. പാപത്തിനെതിരെ പോരാടി ജീവിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടി ജീവിക്കുവാൻ ദൈവം നമുക്ക് സർവായുധ വർഗങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, പാപത്തെക്കുറിച്ച് അല്പമായിട്ട് അങ്ങയുടെ തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ആരെങ്കിലും ജീവിതത്തിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കർത്താവെ, നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാനുള്ളൊരു കൃപ കർത്താവ് അവർക്ക് നൽകുമാറാകണമേ. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കുമാറാകണമേ. കർത്താവ് അവരെ സ്നേഹിക്കുന്നുവെന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിലെ സത്യം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാനായിട്ടിടവരട്ടെ. കർത്താവേ, ഈ നിമിഷം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന സത്യം കർത്താവെ അവരുടെ ഹൃദയത്തിൽ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ. പാപത്തിൻ്റെ കുറ്റബോധത്താൽ ആരെങ്കിലും, മാനുഷികമായ വാക്കുകളാൽ കുറ്റബോധം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്കുകൾക്ക്, ആ അനുഭവങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ, ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ കർത്താവിൻ്റെ വാക്ക്, അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ. മാനുഷികമായ വാക്ക് കേൾക്കാതെ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പ്രാപിപ്പാനായിട്ട് കർത്താവെ, കൃപാസനത്തിനരികിലേക്ക് ഓടിച്ചെല്ലുവാനായിട്ട് കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വചനത്തെ ഒരിക്കൽ കൂടി അവർ ഓർക്കുവാനിടവരട്ടെ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കർത്താവെ ഇന്ന് അവരുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് ഇറങ്ങി ചെല്ലുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ഒരു നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഒരു മടങ്ങിവരെ അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകുമാറാകണമേ. ആരും പാപത്തിൻ്റെ കുറ്റബോധത്താൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ ഇടവരാതെ വണ്ണം സകലരും കർത്താവെ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ദൈവവുമായിട്ടുള്ളൊരു ആഴമായ ബന്ധത്തിലേക്ക് എത്തുവാൻ ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം.